മാസപ്പടി കേസിൽ വീണയെ കുരുക്കി കൂടുതൽ തെളിവുകൾ. വീണ വിജയൻ വ്യാജരേഖകൾ നിർമ്മിച്ചെന്ന് ഇഡി നൽകാത്ത സേവനത്തിന്റെ ഇൻവോയ്സ് ഐഫോണിൽ ഉണ്ടാക്കിയെന്നാണ് കണ്ടെത്തൽ. വ്യാജ IT സേവനത്തിന്റെ കരാറും ഫോണിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കർത്തയുമായുള്ള ചർച്ചകളെല്ലാം IT സേവനങ്ങളെക്കുറിച്ച് മാത്രമെന്നും ഇഡി വീണയുടെ പേരിൽ ലേക്ക് ഇന്ത്യ കോർപ്പ് എന്ന പേരിൽ രണ്ടാമതൊരു കമ്പനിയെന്നും കണ്ടെത്തൽ. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ജിജീഷ്, വളരെ നിർണായകമായ ഒരു കണ്ടെത്തലാണ് ഇഡി നടത്തിയിരിക്കുന്നത്. അതായത് വീണയുടെ പേരിൽ ഒരു കമ്പനിയല്ല, രണ്ടാമതൊരു കമ്പനി ലേക്ക് ഇന്ത്യ എന്ന പേരിൽ മറ്റൊരു കമ്പനി കൂടിയുണ്ട്. ഒപ്പം തന്നെ വീണയ്ക്ക് കുരുക്കാകുന്ന മറ്റു ചില തെളിവുകൾ കൂടിയുണ്ട്. വിവരങ്ങൾ രാഖി, ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഞെട്ടിക്കുന്നതുമായ വിവരങ്ങൾ തന്നെയാണ് വീണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മണിക്കൂറുകളിൽ ഓരോ ഘട്ടത്തിലുമായി പുറത്തു വരുന്നത്. രാവിലെ പിണറായി വിജയനുമായുള്ള അടുപ്പത്തിൻ്റെ പേരിലാണ് ഇത്തരത്തിലൊരു പണം കൈമാറ്റവും കരാറുമെല്ലാം എക്സാലോജിക്കുമായി താൻ നടത്തിയതെന്ന് മൊഴികളാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ചില വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അത് വീണയ്ക്ക് കുരുക്കാവുന്ന കൂടുതൽ തെളിവുകളാണ്. വ്യാജരേഖ നിർമ്മിച്ചത് ഐഫോണിലാണ് എന്നൊരു വിവരം തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നൽകാത്ത സേവനത്തിൻ്റെ ഇൻവോയ്സുകൾ നിർമ്മിച്ചത് ഐഫോൺ പ്രോ മാക്സിലാണ്. വ്യാജ IT സേവനത്തിൻ്റെ കരാറുകളും ഈ ഫോണിൽ നിന്ന് കണ്ടെത്തിയതിൻ്റെ വിവരങ്ങൾ തന്നെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കർത്തയുമായുള്ള ഇടപാടുകൾ, ഇമെയിൽ ഇടപാടുകളും ഈ ഐഫോൺ വഴി തന്നെയാണ് നടത്തിയത് എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. IT സേവനങ്ങളെ കുറിച്ചല്ല, പണമിടപാടുകളെ കുറിച്ചാണ് ഇത്തരത്തിൽ കരാറുകളെല്ലാം തന്നെ നടത്തിയത് എന്നതിൻ്റെ വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വരുന്നത്. മാത്രമല്ല എക്സാലോജിക്കിനെ ഒഴിവാക്കിയപ്പോൾ, അതായത് കൃത്യമായി സേവനങ്ങൾ നൽകാൻ കഴിയാത്ത, യാതൊരു തരത്തിലുള്ള പ്രവൃത്തി പരിചയവും ഇല്ലാത്ത എക്സാലോജിക്കിനെ ഒഴിവാക്കിയത് വഴി തന്നെ CMRL വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യൽ അടക്കമുള്ള വിവരങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തിറക്കിയിട്ടുള്ള റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ആറ്റ്ന ടെക്നോളജീസ് എന്ന സ്ഥാപനത്തെയാണ് ഈ കരാറുമായി ബന്ധപ്പെട്ട് ചുമതലപ്പെടുത്തുന്നത്. ആറ്റ്ന ടെക്നോളജീസിനാണ് പിന്നീട് കരാറുകളെല്ലാം തന്നെ ഈ CMRL നൽകുകയും ചെയ്യുന്നത് എന്ന വിവരമാണ് അതിൽ ഏറ്റവും പ്രധാനം. കുറഞ്ഞ ചെലവിൽ IT സേവനങ്ങൾ നൽകാൻ ഈ ആറ്റ്ന ടെക്നോളജീസിനെ സംബന്ധിച്ചിടത്തോളം കഴിയുകയും ചെയ്തു. വീണയ്ക്ക് പണം നൽകിയതിന് യാതൊരു തരത്തിലുള്ള ന്യായീകരണവും ഇല്ല എന്നത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പണം നൽകിയതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളായി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് ഈ പണം നൽകിയതെല്ലാം തന്നെ ഒരേ ഒരു ലക്ഷ്യത്തിൽ മാത്രമായിരുന്നു. തങ്ങൾക്ക് പരിചയമുള്ള, അല്ലെങ്കിൽ ശശിധരൻ കർത്തയ്ക്ക് പരിചയമുള്ള, ശശിധരൻ കർത്തയ്ക്ക് ഏറ്റവും അടുപ്പമുള്ള പിണറായി വിജയനുമായുള്ള ഇടപാടുകളുടെ ഭാഗമായി, അല്ലെങ്കിൽ പിണറായി വിജയനുമായുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ, അടുത്ത ബന്ധത്തിൻ്റെ പേരിൽ മാത്രമാണ് വീണയ്ക്ക് കരാർ നൽകിയത്, വീണയുമായി കരാറുണ്ടാക്കിയതും സാമ്പത്തിക ഇടപാടുകളെല്ലാം നടത്തിയതും എന്ന തന്നെയായിരുന്നു ശശിധരൻ കർത്ത വ്യക്തമാക്കിയത്. അങ്ങനെ ആറ്റ്ന ടെക്നോളജീസിന് ഈ ഒരു കരാർ നൽകിയപ്പോൾ കൂടുതൽ സാമ്പത്തിക നേട്ടവും ഒപ്പം തന്നെ എക്സാലോജിക്കിനെ പോലുള്ള ഒരു സാമ്പത്തിക നഷ്ടം ഈ ഒരു കമ്പനി CMRL ഉണ്ടാക്കിയിട്ടില്ല. കാരണം എക്സാലോജിക്ക് യാതൊരു സേവനവും നൽകാതെയാണ് പണം കൈമാറിയിരുന്നത് എങ്കിൽ മറ്റൊരു കമ്പനിയെ ഏൽപ്പിച്ചതോടുകൂടി തന്നെ അത് യഥാവിധി, അല്ലെങ്കിൽ കൃത്യമായി തന്നെ IT സേവനങ്ങൾ നൽകി പോരുകയും ചെയ്തു. അങ്ങനെ ഈ പണമിടപാടുകളെല്ലാം തന്നെ എക്സാലോജിക്കിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ പ്രതീക്ഷിച്ചായിരുന്നില്ല, മറിച്ച് പിണറായി വിജയനെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം നടത്തിയ സാമ്പത്തിക ഇടപാടുകളായിരുന്നു ഈ വീണയും ഒപ്പം തന്നെ CMRLും തമ്മിൽ നടത്തിയത് എന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിലും പുറത്തു വരുന്നത്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിന്റെ, അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളും അതിന്റെ കൂടുതൽ പേജുകളും തന്നെയാണ് ഇപ്പോൾ നമുക്ക് പുറത്തുവിടാൻ കഴിയുന്നത്. ഏറ്റവും സുപ്രധാനം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്ന് പറയുന്നത്. കാരണം വീണയെ കുറിക്കുന്ന മൊഴികളായിരുന്നു നേരത്തെ പുറത്തു വന്നത് എങ്കിൽ ഇപ്പോൾ പിണറായി വിജയൻ കൂടി ഈ മൊഴികളുമായി ബന്ധപ്പെട്ട് കൂടുതൽ കുരുക്കിലേക്ക് പോകുന്നു. സ്വാഭാവികമായും പിണറായി വിജയൻ മറുപടി പറയേണ്ട നിരവധി ചോദ്യങ്ങളുണ്ട്. എന്ത് സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ശശിധരൻ കർത്ത വീണയുമായി ഒരു കരാർ ഉണ്ടാക്കിയത്, അതിലൂടെ ലഭിച്ച സാമ്പത്തിക ഇടപാടുകൾ, അതിന്റെ പങ്ക് പറ്റിയവരാരെല്ലാമാണ് എന്നതാണ് ഇതിലെല്ലാം തന്നെ സുപ്രധാനം എന്ന് പറയുന്നത്. മാത്രമല്ല ഈ വ്യാജരേഖ ചമച്ചു എന്ന് പറയുമ്പോൾ, വ്യാജരേഖ ഐഫോണിൽ നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ അതിഗുരുതരമായ ഒരു കുറ്റകൃത്യം തന്നെയാണ് വീണയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. മാസപ്പടി കേസിൽ വീണയ്ക്കെതിരെ നിർണായകമായ തെളിവുകൾ ഇഡിക്ക് ലഭിച്ചിരിക്കുകയാണ്. കുരുക്ക് മുറുകുന്നു. ഒപ്പം തന്നെ അച്ഛൻ പിണറായി വിജയനും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ജിജീഷ് കരുണാകരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.